നമസ്കാരം. ഞാനിന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ കാക്കഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരാളെയാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഒരാളെന്ന് പറഞ്ഞാൽ ഒരു പെറ്റിനെയാണ്. നമ്മുടെ വീട്ടിലൊക്കെ വളർത്താനായിട്ട് പറ്റുന്ന വളരെ കുഞ്ഞൊരു പെറ്റിനെയാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഇതിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ആളാരാണെന്നുള്ളത് നമുക്കിന്ന് നേരിട്ട് പോയി തന്നെ കാണാം. ആളുടെ പേര് പള്ളിക്കൽ മോത്തി എന്നാണ്. ഒരു പിടിയാനിയാണ്. കോയക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിടിയാനിയാണ്. അപ്പോൾ ബാക്കി ഏതാണെന്നൊക്കെ അതിൻ്റെ വളരെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസും നമ്മളിന്ന് മോത്തിയുടെ കൂടെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചിലവഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് ചെല്ലുമ്പോൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഈ വീട്ടിലെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോട്ടീനെ കുളിപ്പിക്കുന്ന രംഗമാണ്. കുറേ സമയമായി തുടങ്ങിയിട്ട് പാപ്പാമാർ ഇങ്ങനെ മുറ്റത്ത് കടത്തി കുളിപ്പിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. മോട്ടി ഇങ്ങനെ കുളിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് സുഖിച്ച് ഇങ്ങനെ കിടക്കുക കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഒച്ചയൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും നല്ല രസമാണ്. ആനയെ കുളിപ്പിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. അപ്പോൾ കുറേ സമയമെടുത്തു ഈ കുളിപ്പിക്കൽ. തേച്ച് വരച്ച് കുളിപ്പിക്കുന്നതാണ്. ഒരു ദിവസം 2 പ്രാവശ്യമൊക്കെ കുളിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഇവിടുന്ന് ഇവർ പറയുന്നത് കേട്ടത്. 1-2 മണിക്കൂറൊക്കെ എടുത്താണ് ആനയെ കുളിപ്പിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഒരു ഡെഡിക്കേഷനും എത്ര സമയം സ്പെൻഡ് ചെയ്താലാണ് ഈ ആനയെ ഒന്ന് കുളിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് ഒന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഏതായാലും നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. ഏതായാലും ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആട്ടോ ഇത്. പേരെങ്ങനെയായിരുന്നു? മുഹമ്മദ് കോയ. ഇത് സ്ഥലം പള്ളിക്കൽ ബസാർ. അല്ലേ? നമ്മുടെ ആനയുടെ പേര്? ആനയുടെ പേര് മോട്ടി. പള്ളിക്കൽ മോട്ടി. ഇപ്പം എത്ര വർഷമായി ആന ഇവിടെ? ഏകദേശം 25 വർഷമായി ആന. 25 വർഷം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇത് കിട്ടിയത്? എങ്ങനെയാണ് ഇത്? നമ്മൾ പാരമ്പര്യമായിട്ട് ആന ഉണ്ട്. ഏകദേശം ഒരു 6 തലമുറ. അപ്പം മകനടക്കം 7 തലമുറയായി. 5-6 തലമുറയായി. ഇതിന് മുന്നേ ആനകളുണ്ട്. നമ്മളൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ തന്നെ ആന ഉണ്ട്. അങ്ങനെ ഉപ്പാപ്പാൻ്റെ കാലങ്ങളായിട്ട് ആന ഉണ്ട്. അപ്പോൾ ഞാൻ 6ാമത്തെ തലമുറ ആണല്ലേ? എൻ്റെ ഉപ്പാൻ്റെ പറഞ്ഞപ്പോൾ ഉപ്പാപ്പാരുടെ പേരൊക്കെ ആവുമ്പോൾ ഞാൻ 6ാമത്തതായി. മക്കളടക്കം 7ാമത്തതായി. അത്രയും തലമുറക്കാരെ നമ്മളെ രാജാക്കന്മാരുടെ കാലത്ത് വരെ 6 തലമുറ. ഇവർക്ക് ഉപ്പാക്ക് 6 തലമുറ അറിയാം. ഞാനടക്കം 6 തലമുറയായി. മോനടക്കാവുമ്പോൾ 7ആയി. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ളവരുടെ എന്താ അറിയില്ല. ഞാൻ എന്നാലും ഉപ്പാനോട് ചോദിച്ചു. ഉപ്പ പറഞ്ഞ് ഇപ്പം ഞാൻ 5ാമത്തെ തലമുറയാണ്, നീ 6ആയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മോനാവുമ്പോൾ 7ആയി. അതിൻ്റെ മുന്നത്തെ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയില്ല. അത്രയും നമുക്ക് അറിയുന്നത്. ഇപ്പം എങ്ങനെയാണ് ഇപ്പം ഇതിൻ്റെ പരിചരണമൊക്കെ എങ്ങനെയാണ്? ഇത് പരിചരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സീസൺ ആകുമ്പോൾ ഉത്സവ പരിപാടിക്ക് പോകും. പിന്നെ അൺസീസൺ ആകുമ്പോൾ നമ്മൾ പിന്നെ കാലാവസ്ഥ എവിടെയൊക്കെ ഗുണമുള്ള വെച്ചാൽ അവിടെ നമ്മൾ കുടുംബമൊക്കെ എല്ലാ സ്ഥലത്തുണ്ട്. വയനാട്ടിൽ, ഇടുക്കിയിൽ, ഒരുവിധ സ്ഥലത്തൊക്കെ ഉണ്ട്. തിരുവനന്തപുരം, എറണാകുളം, എല്ലാ സ്ഥലങ്ങളും കുടുംബക്കാരുണ്ട്. അപ്പോൾ അവരെ വീട്ടിലൊക്കെ ആ ഭാഗത്തേക്കൊക്കെ ആണെങ്കിൽ അങ്ങോട്ടേക്ക് പോകും ഇടയ്ക്കൊക്കെ. അപ്പോൾ അങ്ങനെയാണ് പരിപാടികൾ. പിന്നെ ഏകദേശം ഒരു ഉത്സവം പിന്നെ ഊട്ട് എല്ലാം പാടായിട്ട് കുറച്ച് മാസങ്ങൾ പരിപാടികൾ ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള ദിവസം വീട്ടിലുണ്ടാവും. പിന്നെ ആളെങ്ങനെയാ? എല്ലാവരോടും എല്ലാവരും ഫ്രണ്ട്ലിയാണ്. കുഴപ്പമൊന്നുമില്ല. ആർക്കും വരാം, ആർക്കും നോക്കാം, ആർക്കും പോവാം. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം എത്ര വയസ്സായി? ഏകദേശം ഒരു 10-45 വയസ്സായിട്ടുണ്ടോ? 45 വയസ്സുണ്ടല്ലേ? ഇങ്ങനെ നമുക്ക് വീട്ടിലങ്ങനെ വളർത്താനൊക്കെ ഇത് ആദ്യം ഇപ്പം ഇതിന് ലൈസൻസ്, പിന്നെ എന്താ പറയുക, മൈക്രോ ചിപ്പ്, ഇൻഷുറൻസ്, വണ്ടിൻ്റെ മാതിരി തന്നെ എല്ലാം ഉണ്ട്. വർഷത്തിൽ ഡോക്ടർ വന്ന് എന്താ പറയുക ടെസ്റ്റ് ചെയ്യുക. പിന്നെ അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇത് ചെയ്യണം. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഈ പുറകെ കാണുന്ന ലോറിക്കകത്തായിരിക്കുമല്ലോ കൊണ്ടുപോകും? ലോറിക്ക് അതിനുണ്ട്. അപ്പോൾ അതിന് ലോറിക്ക് അതിന് സ്പെഷ്യൽ ഫോറസ്റ്റിന് പെർമിഷൻ വേണം. അപ്പം അങ്ങനെ ആർടിഒൻ്റെ പെർമിഷൻ വേണം. അതേ ഒരു 2 ദിവസം പരിപാടി ഉണ്ടാവും. ചിലപ്പോൾ 4 ദിവസം ഉണ്ടാവില്ല. അപ്പോൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും തന്നെ നിൽക്കും. പിന്നെ അടുത്ത പരിപാടിക്ക് പിന്നെ പോവും. അങ്ങനെയാണ്. ഫുഡൊക്കെ എങ്ങനെ? പനമ്പട്ടയൊക്കെ? ഫുഡ് പനമ്പട്ട, പിന്നെ ചോറ്,
കാരക്ക, അവില്, അങ്ങനെ പല മുത്താറി, അങ്ങനെ പലതായിട്ടും കൊടുക്കും. അല്ലേ? ആ. പിന്നെ ചിലപ്പം ചപ്പ് കൊടുക്കും, പിലാച്ചപ്പ്, പിന്നെ ബ്രാൻഡ് ചപ്പ്, പിന്നെ തെങ്ങുംപട്ട, അങ്ങനെ പല ചോളത്തണ്ട്, അങ്ങനെ പലതും മാറി മാറി കൊടുക്കും. നാളെ ഈ വീട്ടിന്റെ മുറ്റത്ത് തന്നെ ഉണ്ടാവും, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പം ഭാര്യ വിളിക്കും, ഭാര്യ വെള്ളം കൊടുക്കും, ഭാര്യ കഴിച്ചാണ്ട് നമ്മൾ പട്ടക്കൊക്കെ പോകുമ്പോൾ ഭാര്യ കഴിച്ച് വെള്ളം കൊടുക്കും, ഭാര്യ തന്നെ പിന്നെ അടുത്തേക്ക് പോകും, കെട്ടും കഴിക്കുകയൊക്കെ ചെയ്യും. മോട്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? പ്രത്യേകത പറഞ്ഞാൽ ഓൾക്ക് നിങ്ങൾ വിളിച്ചാൽ എന്ത് തിന്നാൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒപ്പരം വരും, നിങ്ങൾ തിന്നാൻ കൊടുക്കുകയാണെങ്കിൽ അഴമ്പൊന്നുമില്ല, നിങ്ങൾക്ക് ആരും ഇല്ലെങ്കിലും പോയി കൊടുക്കാം, അതൊക്കെ ചെയ്യാം. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പാപ്പാനില്ലെങ്കിൽ അടുത്ത് പോയിട്ട് കൊടുക്കാം. അതിനെ ഉപദ്രവിക്കാൻ ഞാൻ മതി, നിങ്ങൾ കൊടുത്തിങ്ങോട്ട് പോരുകയാണെങ്കിൽ ഒന്നും ചെയ്യൊന്നുമില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ അതിൽ എവിടെ കിടുമ്പം ചങ്ങലും കാര്യങ്ങളൊന്നും ഇടയില്ല. പിന്നെ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ഭദ്രതയിൽ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. മുറ്റത്ത് ഞങ്ങളിടാതെ അങ്ങോട്ടും കൊണ്ടൊക്കെ പോകും. അതിൻ്റെ ആവശ്യങ്ങളില്ല. അപ്പോൾ നമ്മൾ വിളിച്ചാൽ വരും, കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ ഈ നാട്ടുകാർക്കൊക്കെ ഭയങ്കര എല്ലാവരും ഏറ്റവും ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി അടുത്ത വീട്ടിലേക്കൊക്കെ കയറിപ്പോവും. അടുത്ത വീട്ടിലേക്ക് കയറിപ്പോവും, അവരെന്തേ കൊടുക്കും, പിന്നെ തിരിച്ചു വരും. അങ്ങനെയാണ്. അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ എന്തേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. നമ്മളാണ് പോയാലും നമ്മൾ വിളിച്ചില്ലെങ്കിലും അന്നേരം അങ്ങോട്ട് വീട്ടിലേക്ക് കയറിപ്പോവും. അവരെന്തേ കൊടുത്താലേ പിന്നെ അവിടുന്ന് പോരുള്ളൂ. അങ്ങനെയാണ്. പിന്നെ ആർക്കും ഇതുവരെ ഉപദ്രവമൊന്നും ആർക്കും ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇവിടെ എയർപോർട്ട് അടുത്തുണ്ടല്ലേ? എയർപോർട്ട് ഇവിടുന്ന് 4 കിലോമീറ്റർ. അങ്ങനെ ഫ്ലൈറ്റ് പോകുന്നത്? ആ, ഇവിടുന്ന് ഒരു 4-4.5 കിലോമീറ്റർ ഷോർട്ടായിട്ട്. ഹൈവേയിലാവുമ്പോൾ 7 കിലോമീറ്റർ. ആനയുടെ ഈ സൗണ്ട് ആനയ്ക്ക് അതൊന്നും പ്രശ്നമില്ല. അതിപ്പോൾ ഏകദേശം കേട്ടൊക്കെ ശരിയായി. ആ, അന്തമാൻ ആസാമിൽ നിന്ന് കൊണ്ടുവന്ന ആനകളാണ്. ആ ഭാഗത്ത് ആ സമയത്ത് കുറെ ആനകൾ അവിടുന്ന് വന്നിട്ടുണ്ടായി, കുറെ വർഷങ്ങൾക്ക് മുന്നേ. അതാണ് നമ്മൾ അവിടുന്ന് ഡയറക്റ്റ് കൊണ്ടുവന്നതാണ്. നമ്മളെ ഇതിൽ തന്നെയാണ് ബാക്കിയെല്ലാം ഇതുള്ളത്. പിന്നെ കേരളത്തിൽ വേറെ ആളെടുത്തും കൈമാറിയിട്ടില്ല, നമ്മളെ അടുത്ത് തന്നെ ഉണ്ട്. ഈ മോട്ടി എന്ന് പറഞ്ഞ പേരിടാനായിട്ട് മോട്ടി അത് ആദ്യം അവരിട്ട പേരാണ്. ആദ്യം അതിന്റെ റെക്കോർഡ് പരമായിട്ടുള്ള പേരാണ്. ഫുൾ നെയിം അതിൻ്റെ ജോയി മോട്ടി എന്നാണ്. പക്ഷെ പിന്നെ നമ്മളത് മോട്ടിന്നാക്കി. അത്ര തന്നെ. മോട്ടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? മോട്ടി പറഞ്ഞാൽ എന്തോ അതിനെ തടിയെന്നോ തടിച്ചു അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ എന്തോ ഇതാണെന്ന് പറഞ്ഞേക്കുന്നത്. നമുക്കതിനെ പറ്റി കൂടുതൽ അറിയില്ല. അപ്പം അങ്ങനെ പിന്നെ നമ്മളതേ പേരെന്നെ, പേരെ മാറ്റാനും പിടിക്കാനും നിന്നില്ല, അതേ പേരെന്നെ. അതിന് നമ്മളെന്തായി നമ്മുടെ നാടിൻ്റെ ഇവിടുത്തെ പേരും കൂടി പള്ളിക്കൽ മോട്ടി എന്നാക്കി. പള്ളിക്കൽ മോട്ടി. അപ്പോൾ അത്രേ ഉള്ളൂ. വേറെ അല്ലാതെ അതിന് വേറെ നമ്മൾ പുതിയ പേരിടാനോ പിടിക്കാനൊന്നും പോയിട്ടില്ല. പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ മോളൂ എന്നൊക്കെ വിളിക്കും, അത് വേറെ വിഷയം. പക്ഷെ പേര് റിക്കാർഡിക്കലായിട്ടുള്ള പേര് തന്നെയാണ്. വേറെ പേരുകളൊന്നും മാറ്റാനോ പിടിക്കാനൊന്നും നമ്മൾ നിന്നില്ല. പിന്നെ മോട്ടീനെ എത്ര ദിവസം കൂടുമ്പോഴാണ് കുളിപ്പിക്കുന്നത്? കഴുകൽ ദിവസം കഴുകും. ദിവസം ഒരു നേരം കഴുകും. പിന്നെ പരിപാടിക്കൊക്കെ പോവാച്ച 2 നേരം കഴുകും. നല്ല ചൂടൊക്കെ ഉള്ള ദിവസമാണ് 2 നേരം കഴുകും. 2 നേരം അല്ലേ? പിന്നെ ഒരു ദിവസം 3, 4, 5 തവണ നമ്മൾ വെള്ളം ഒഴിക്കും, മേത്തൊഴിക്കും. 5 ചിലപ്പം 10 പ്രാവശ്യമൊക്കെ, നല്ല ചൂടാക്കി 8-10 പ്രാവശ്യമൊക്കെ ഒഴിക്കും. വെള്ളം പ്രധാനമാണ്. ചൂട് ഇതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ തണൽ കൊടുത്ത് പകലാവുമ്പോൾ തണൽ എവിടെ കിട്ടുന്ന വെച്ചാൽ അവിടെ കിട്ടും. അങ്ങനെയാണുള്ളത്. വെള്ളം പ്രധാനമാണ്. കുളിപ്പിക്കൽ പിന്നെ മിക്കവാറും ഈ ആനകൾ മതപ്പാടല്ലാത്ത സമയത്ത് എല്ലാ ആനകളെയും ഒരു നേരം എന്തായാലും കുളിപ്പിക്കാതിരിക്കില്ല. ഈ പിടിയാനയ്ക്കുണ്ട് മതപ്പാട് ചില ആനകൾക്ക്, അത് 100-1, ചിലപ്പോൾ 1000-1 ഉണ്ട്. അതങ്ങനെ മതപ്പാടിൽ 5 ദിവസം 10 ദിവസം ഒരു മാസമൊക്കെ കിട്ടുന്ന ആനകളൊക്കെ ഉണ്ട്. കൊമ്പനാണെങ്കിൽ ഈ മതപ്പാട് വരുമ്പോൾ അതിനെ ചികിത്സിക്കാൻ ഇല്ല. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കാട്ടിലുള്ള ആനകൾക്ക് മതപ്പാട് വരാൻ പാടില്ലല്ലോ. കാട്ടിലുള്ള ആനകൾക്ക് മതപ്പാടുണ്ടല്ലോ. അപ്പം അതാണെങ്കിൽ അത്രയും കാലം അത് ഇണയേർന്ന് നടക്കുന്നതല്ലേ. അപ്പം അവർക്ക് ഒരിക്കലും അത് വരാൻ പാടില്ലല്ലോ. അവർക്കുണ്ടല്ലോ ഈ സംഭവം. നോർമലായിട്ട് വരുന്നതാണ്. അത് ദൈവം കൊടുത്തൊരു ഇതാണത്. അല്ലാതെ നമ്മളത് നാട്ടിൽ വളർത്തുന്ന ആനക്ക് പ്രത്യേകിച്ച് മതപ്പാട്, കാട്ടിലിരിക്കുന്ന ആനകൾക്ക് മതപ്പാടില്ല. ഈ കാട്ടിലിരിക്കുന്ന ആനകളാണ് നാട്ടിലിരിക്കുന്ന ആനകാട്ടി കൂടുതൽ ഉപദ്രവിക്കുന്നത്. മറ്റേ ആന കുത്തുന്നതും ചെരിയുന്നതും ആവുന്നതും ഒക്കെ. അതൊരു ഏകദേശം ഒരു 17-18 വയസ്സൊക്കെ ആകുമ്പോഴത്തേനാവും. ചില ആനകൾക്ക് ഒരു 60 വയസ്സ് 65 വയസ്സ് വരെ ഉണ്ടാവും. ചില ആനകൾക്ക് ഒരു 50-55 വയസ്സ്. അത് ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചാണ്. ഇപ്പം ഈ ആനകൾക്കൊക്കെ ഒത്തിരി മതമൊക്കെ ഇളകുന്നുണ്ടേ. ഇപ്പം ഇങ്ങനെ ഒരു ആനയ്ക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഒക്കെ ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടോ? ഉണ്ട്. അതൊക്കെ വളരെ സിസ്റ്റായിട്ടുണ്ട്. ഫോറസ്റ്റ് വളരെ സിസ്റ്റായിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് അവർ അതിനനുസരിച്ചാണ് പെർമിഷൻ കൊടുക്കുന്നത്. അതേ വഴക്കുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അവർ അത്ര കർശനമായിട്ട് നോക്കുന്നുണ്ട്. കർശനമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തിട്ടാണ് അവരതിന് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്.
അതിപ്പോൾ ആനകൾ അതിപ്പോൾ നമ്മൾ നാട്ടാന എന്നില്ല, ഇപ്പം നാട്ടാനരെയും കാട്ടിലും കൂടുതൽ കാട്ടാനകളാണ് ഈ വർഷം ആളെ കൊന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇതിപ്പം നാട്ടാനകൾ ഇപ്പോൾ വലിയൊരു പ്രശ്നങ്ങളെന്ന് പറയാൻ ഇപ്പം നമ്മൾ എന്താ പറയുക, കൊയിലാണ്ടിയിലുണ്ടായ പ്രശ്നങ്ങളാണ്. കുട്ടികളായാലും വലിയവരായാലും ആർക്കും കുഴപ്പമില്ല. ഇപ്പം നിങ്ങളെന്താ തിന്നാൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളോടൊരു പ്രശ്നമില്ല, നിങ്ങൾ തിന്നാൻ കാണിച്ച് വിളിക്കുകയാണെങ്കിൽ നിങ്ങളൊപ്പരം വരും. അങ്ങനെയാണ്. കൊടുക്കും. ഒന്നുകൂടി എടുത്താ പോയി പാക്കി തരാം. എന്താ പരമാണോ? പേരെങ്ങനെയാണ്? പേര് നിഖിൽ. എത്ര വർഷമായി നമ്മുടെ ഇതിൻ്റെ കൂടെ ഒരു വർഷമായി അല്ലേ? എങ്ങനെ കമ്പനിയാണോ? കുഴപ്പമില്ല ആണല്ലേ. ദിവസം ഇപ്പം ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോകുമായിരിക്കും അല്ലേ? ഓരോ സ്ഥലത്ത് അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ പൂരങ്ങളായിട്ടും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. പറയുന്നതെല്ലാം അനുസരിച്ചോളോ? കുഴപ്പമൊന്നുമില്ല. അതല്ലേ. ആളുകൾ അടുത്ത് വരുന്നതിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല? പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല, ഇവരൊന്നും ഉണ്ടായിട്ടുമില്ല. ആണല്ലേ. എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം? എന്താ ആൾക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഫുഡ്. അതെ, അങ്ങനെ പ്രത്യേകത്തെ എന്തെങ്കിലും പ്രത്യേകം എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും അല്ലേ? ആർക്ക് വന്നാലും ധൈര്യമായിട്ട് കൊടുക്കാം. ഫുഡൊക്കെ ആർക്ക് വന്നാലും കൊടുക്കാം അല്ലേ? ആളെ കൊണ്ട് അത്ര വലിയ കച്ചറോ കാര്യങ്ങളൊന്നും ഇല്ല. അതെ അതെ. ഇപ്പോൾ പിള്ളേരൊക്കെ ഫോട്ടോ എടുക്കുന്നേ കണ്ടേ. അതെ അതെ. നമ്മളിപ്പോൾ മൂട്ടിയുടെ കൂടെ കേട്ടോ നിൽക്കുന്നത്. മൂട്ടി ആള് നല്ല കൂളാണ്, കുഴപ്പമൊന്നുമില്ല. ആരടുത്ത് ചെന്നാലും പുള്ളിക്കാരിക്ക് ഒരു വിഷമവും ഇല്ല, പ്രശ്നവുമില്ല. നമ്മൾ ഫുഡൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ, കൂളായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാം കേട്ടോ.
ആരൊന്നും ഇല്ലല്ലേ? ആ വഴി എന്നെ കൊണ്ട് പോവോ? ആ കയറാം. കയറിയിട്ട് അതിൻ്റെ അവസാനം ഇവിടെ മുകളിൽ നിന്ന് പറയാം. ഇത് ചങ്ങനെ പിടിക്കണം മുള്ള എൻ്റെ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ മോട്ടി കേട്ടോ, പള്ളിക്കൽ മോട്ടി. ആള് സുന്ദരിയാണ്, സുമുഖയാണ്. ഇതാ ഇപ്പോൾ കണ്ടോ, ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആനേനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അടിപൊളി. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ആൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ആരോടും ഒരു പ്രശ്നമില്ലാതെ എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് തന്നെ. ഇപ്പോൾ എന്നെ ഇന്ന് കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരി എന്നെ പുറത്ത് കയറ്റി കേട്ടോ, ഒരു പ്രശ്നവും ഇല്ല. ഏതായാലും ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ മോട്ടിയുടെ സ്ഥലം, ഈ സ്ഥലത്തിന് പേരുന്നായിരുന്നു ഇത് കോഴിക്കോട് പള്ളിക്കൽ ബസാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ മൊത്തം നിങ്ങളെ കാണിച്ചത്. കുറേ സമയം ഞാനിവിടെ സ്പെൻഡ് ചെയ്തു. ഒത്തിരി ആളുകൾ ഇവിടെ കാണാനായിട്ട് ഇങ്ങോട്ട് വരികയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നിങ്ങളാരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇവിടെ വരാനോ അല്ലെങ്കിൽ മോട്ടീനെയൊക്കെ കാണാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോയക്കാനെ ഒന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. ഞാനിങ്ങനെ സംസാരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആനിങ്ങനെ ഇടയ്ക്ക് ടങ് 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 എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഈ ഒരു വ്യത്യാസം വരുന്നത്. ഏതായാലും അടിപൊളി. അങ്ങനെ ആനപ്പുറത്ത് കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മൾ മോട്ടിയുടെ കൂടെ നിന്നാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.